കമ്മീഷണർ കൗസല്യ ഇന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. അടുത്തടുത്ത് നടന്ന 2 കൊലപാതകങ്ങളുടെയും പ്രതികളെ കണ്ടുപിടിക്കാനാവാത്തതുകൊണ്ടും അവരുടെ കൊലപാതകത്തിന് പിന്നിൽ സ്വന്തം അനിയനായ വിജയ് പ്രതിയാണെന്ന സംശയം നിലനിൽക്കുമ്പോൾ അവനെ സംരക്ഷിക്കുന്നതിനാലും സസ്പെൻഡ് ചെയ്യപ്പെട്ടു എന്നാണ് മേലുദ്യോഗസ്ഥർ പറയുന്നത്. ഈ സസ്പെൻഷൻ എത്ര നാളത്തേക്ക് തുടരുമെന്ന കാര്യത്തിൽ യാതൊരു റിപ്പോർട്ടുകളും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. പാവം നിന്റെ ചേച്ചി ഇപ്പൊ വെയിറ്റിംഗ് ലിസ്റ്റിലായില്ലേ? അതിനെന്താ, എനിക്കറിയാവുന്ന ഒരു TTR ഉണ്ട്. അതിനിപ്പോ എന്താ? ആര് വെയിറ്റിംഗ് ലിസ്റ്റ് ആണെന്ന് പറഞ്ഞാലും പുള്ളി കൺഫേം ചെയ്തു തരും. ഈശ്വരാ, എന്റെ ചേച്ചിക്ക് സ്വന്തം അനിയനോടുള്ള ഇഷ്ടത്തെക്കാളും ഇട്ടിരിക്കുന്ന ഡ്രസ്സിനോടാണ് പ്രിയം. ചേച്ചിക്ക് തന്നെ വേണം. മച്ചാനെ, നിന്റെ ചേച്ചി മാത്രല്ലടാ, ലോകത്തെ സകല പെമ്പിളാരും അങ്ങനെ തന്നെയാ. കെട്ടിയവനേക്കാളും ഇട്ടിരിക്കുന്ന ഡ്രസ്സിനായിരിക്കും കൂടുതൽ വില കൊടുക്കുന്നത്. ഹലോ ഹലോ സിസ്, പറയൂ സിസ്. അവനെന്തിയ? എന്റെ ചേച്ചിയാ. ബിസിയാണോ അവിടെ? സിസ്, അത് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് അവനറിയോ എന്തോ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോന്ന്? ഇന്ന് ശാലുവിന്റെ ബർത്ത്ഡേ. ഹാപ്പി ദീപാവലി. ഹാപ്പി ബർത്ത്ഡേ. പറയും മച്ചാനെ, ദേ കാണാൻ നല്ല സുന്ദരിയല്ലേ? അതങ്ങനെയൊക്കെ തോന്നൂടാ. എടാ, പെണ്ണുങ്ങളൊക്കെ സുന്ദരികളാണെങ്കിലേ ഒന്നുകിൽ അവര് മേക്കപ്പ് ഇടണം, ഇല്ല എന്നുണ്ടെങ്കിൽ ആണുങ്ങൾ 2 പെഗ് അടിക്കണം. ഇവിടെ ഇത് 2 സംഭവിച്ചല്ലോ. അതുകൊണ്ട് ഷട്ടർ അടച്ചിട്ടിട്ട് ജസ്റ്റ് ഡ്രിങ്ക് ആൻഡ് എൻജോയ്. ഇന്ന് തൽക്കാലം ഇവിടെ സ്റ്റേ ചെയ്യാം. മാഡം, ഇത് എന്റെ അമ്മയാ. മാഡത്തിനെ കാണുമെന്ന് കുറെ നാളായിട്ട് പറയുന്നത് കൊണ്ട് കൊണ്ടുവന്നാ. നമസ്കാരം. നമസ്കാരം മോളെ. എന്തായാലും ഒന്ന് വന്നോണ്ട് ശരി. സുഖമായിട്ടിരിക്കുന്നു. എന്ത് പറ്റി ശാലക്കുട്ടി? എന്ത് പറ്റി? പറയേ. മാമൻ എന്റെ ബർത്ത്ഡേക്ക് വന്നപ്പോ എനിക്ക് സന്തോഷം. ഞാൻ എങ്ങനെയാടി വരാതിരിക്കാ? ശരി, അമ്മയുടെ കൂടെ ഫുള്ള് ജോളിയായിരുന്നോ? പിന്നെ എന്ത് ജോലിയാവാനാ? ആ ഭൂതത്തിന്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. അമ്മയെ ഭൂതം ഒക്കെ വിളിക്കാൻ പാടുണ്ടോ? വിളിക്കാൻ പാടുണ്ടോ? ആ ചേച്ചി, എന്താടാ, എന്തൊക്കെയുണ്ട്? സോറി ചേച്ചി, ഞാൻ കാരണമുണ്ടല്ലോ ജോലി പോയത്. എന്റെ ജോലി പോയതിൽ എനിക്ക് വിഷമില്ല. ബട്ട് ഞാനും നിന്നെ ഹെൽപ്പ് ചെയ്തെന്ന് ഒരു ചീത്തപ്പേരുണ്ടായല്ലോ, അതാ വിഷമം. ഇപ്പൊ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. നിന്നെ ഹെൽപ്പ് ചെയ്താൽ മതിയായിരുന്നു ആലോചിച്ച്. പാസ്റ്റ് ഈസ് പാസ്റ്റ്. വിടേച്ചി. എന്നാലും എന്തൊരു ക്രിമിനൽ ബ്രെയിൻ ആടാ നിനക്ക്. 2 മർഡറും വളരെ ബ്രില്യന്റ് ആയിട്ടാ ചെയ്ത്. എന്റെ ഡിപ്പാർട്ട്മെന്റ് പോലും സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി. ഉള്ളത് പറഞ്ഞാ നീ എന്റെ ചേട്ടനായിട്ട് ജനിക്കണ്ടായിരുന്നു. അപ്പൊ ചേച്ചി എന്റെ അനിയത്തിയായിട്ട് ജനിക്കണമായിരുന്നോ? Go to sleep. I'll see you tomorrow. Good night. ചേച്ചി, ഒരു മിനിറ്റ്. സംഭവിച്ചത് എന്താണെന്ന് അറിഞ്ഞിട്ട് പോ. അന്ന് ഞാൻ ബാംഗ്ലൂർ പോയത്, അവിടുത്തെ സെമിനാറിൽ പങ്കെടുത്തത്, ലേസർ പ്രോഗ്രാമിൽ ഡാൻസ് കളിച്ചത്, ഇതുപോലെ ബാംഗ്ലൂരിൽ ഞാൻ ഹോൾ ഡേ ഉണ്ടായിരുന്നത് പോലെ സെറ്റപ്പ് ചെയ്തു. ദെൻ ചെന്നൈക്ക് വന്ന് തിലകന്റെ കഥ ഞാൻ തീർത്തു. അതേ പക, അതേ വേഗം തിരിച്ച് ബാംഗ്ലൂർക്ക് പോയി ഞാൻ. 5 hours. 5 hours എങ്ങനെ വന്നു തിരിച്ചു പോകുന്നെന്ന് എനിക്കറിയില്ല. ജാസ്മിനെ കുറിച്ച് ആലോചിച്ചു. പിന്നെ കാറ് റോഡിലൂടെ പറക്കായിരുന്നു. നിങ്ങളുടെ പോലീസ് റെക്കോർഡില് മണ്ടന്മാര് തിലകൻ ഒരു ആക്സിഡന്റിൽ മരിച്ചു പോയെന്ന് പറഞ്ഞ് കേസ് അങ്ങ് തീർത്തു. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വണ്ടി ഇടിച്ച് മരിച്ചതാണ് മാഡം. സെക്കൻഡ് മർഡർ കിഷോർ. ഓർമ്മയുണ്ടോ?
ജയറായ് തിയേറ്റർ, നമ്മുടെ വിജയുടെ സിനിമ, തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിങ്ങൾ മിസ്സാക്കിയ കിഷോറിനെ ഞാൻ പിക്കപ്പ് ചെയ്തു. നേരെ തോട്ടത്തിൽ കൊണ്ടുപോയി അവന്റെ കാര്യം തീർത്തു. പോയ പോലെ തിരിച്ച് തിയേറ്ററിൽ വന്നിരുന്നു. അതിന്റെ പിന്നാലെ ചേച്ചി പറന്നു വന്ന് എന്റെ മുഖത്ത് ടോർച്ച് അടിച്ച് ചെക്ക് ചെയ്തു. അതൊക്കെ ഓർമ്മയുണ്ടോ? ഇതില് തമാശ എന്താന്ന് വെച്ചാ, ഏതോ ഒരു മനുഷ്യൻ ഒരുക്കിയ കെണിയില് കിഷോർ മരിച്ചു എന്ന് നിങ്ങളുടെ പോലീസുകാരെ എഴുതി വെച്ച് ക്ലോസ് ചെയ്തു. ചേച്ചി മാത്രം എന്നെ പിടിക്കണം എന്നും പറഞ്ഞ് അലയായിരുന്നില്ലേ? എന്നിട്ട് അവസാനം എന്തായി? സ്വന്തം ജോലി പോയത് മിച്ചം. ചേച്ചിയെ കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞ സഹതാപം തോന്നുക. സോറിടാ, ഞാൻ നിന്നെ ഒരുപാട് ടോർച്ചർ ചെയ്തു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സ്വീറ്റ് ചേച്ചി. ഡ്രീംസ്. ബീർബാൽ, മാഡം. ഇത് സീഡിലേക്ക് റൈറ്റ് ചെയ്യും. ഓക്കെ മാഡം. ഫാസ്റ്റ്. എന്തു ചേച്ചി പെട്ടെന്ന് യൂണിഫോം ഒക്കെ ഇട്ട് വന്ന് നിൽക്കുന്നത്? ക്രിമിനൽസിനെ ക്രിമിനൽ ബുദ്ധി വെച്ച് കീഴടക്കണം. സർ, 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 പ്ലീസ്, സർ, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ പ്രതി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? സർ, എന്താണ് എന്തെങ്കിലും സർ? പറയൂ, സർ. സർ, പ്ലീസ്, സർ, സർ, പറഞ്ഞോ, പോ. ദിസ് ഈസ് ദി എവിഡൻസ് ഫോർ ദി മർഡേഴ്സ്. അവന്റെ വീഡിയോ തെളിവാണ്. അവൻ പോലും അറിയാതെ ലാസ്റ്റ് നൈറ്റ് റെക്കോർഡ് ചെയ്തതാണ്. ഗോളമാക്കി. ഇതിനു വേണ്ടിയാണ് ഞാൻ റിസൈൻ ചെയ്യുന്ന പോലെ അഭിനയിച്ചത്. ഗുഡ് ജോബ്. ഇത് പ്ലേ ചെയ്ത് നോക്കൂ സർ. ആ 2 മർഡറും അവൻ എങ്ങനെയാണ് ചെയ്തെന്ന് ക്ലിയർ ആയി മനസ്സിലാവും. സാധാരണ സിസ്റ്റർമാരെന്ന് പറഞ്ഞാ ജീവൻ രക്ഷിക്കുന്നവരാന്നാ പറയാറ്. പക്ഷെ ഈ സിസ്റ്റർ കണ്ട സ്വന്തം അനിയന്റെ ജീവൻ എടുക്കാനായിട്ട് ഓടി നടക്കുക. വാട്ട് എ സൊസൈറ്റി. നോ കോമഡി. നോ സ്മോക്കിംഗ് എന്ന് കേട്ടിട്ടുണ്ട്. അതെന്താണ് നോ കോമഡി? ഷട്ട് അപ്പ് ഐസേ. അല്ല, നിങ്ങൾ എന്തിനാ വന്നേ? അതെന്ത് ചോദ്യം സാറേ? ഞങ്ങളുടെ ഫ്രണ്ടിനെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നില്ലേ? ഞങ്ങൾ വരാതെ പിന്നെ ഞങ്ങളുടെ വേലക്കാർ ഇവിടെ വരുമോ? ഇഡിയറ്റ്. ചായം കാപ്പിയൊന്നും വേണ്ട സാർ. ഏയ് മിസ്റ്റർ ആനന്ദ് സർ, ഇതൊന്ന് പ്ലേ ചെയ്യ്. എന്തൊരു ക്രിമിനൽ ബ്രെയിൻ ആണ് നിന്റെ. 2 മർഡേഴ്സ് ബ്രില്യന്റ് ആയിട്ടാണ് നീ എക്സിക്യൂട്ട് ചെയ്തത്. ഇതൊന്നും വേണ്ട, ഫോർവേഡ് ചെയ്ത്. ഒരു മിനിറ്റ്, സംഭവിച്ചത് എന്താണെന്ന് അറിഞ്ഞിട്ട് പോകും. വേലി കിടക്കുന്ന പാമ്പിന് എന്തിനാണ് ഫോൺ വിളിച്ച് നിർബന്ധിച്ച് വരുത്തുന്നത്? അതിന്റെ വഴിക്ക് വിടാതെ വെറുതെ നിന്റെ കഴുത്ത് ചുറ്റിടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അന്ന് ഞാൻ ബാംഗ്ലൂരിൽ പോകുന്നത്, അവിടുത്തെ സെമിനാറിൽ പങ്കെടുക്കുന്നത്, ഡാൻസ് കളിക്കുന്നത്, ബാംഗ്ലൂരിൽ പോയി അന്ന് ഞാൻ ബാംഗ്ലൂരിൽ പോകുന്നത്, സെമിനാറിൽ പങ്കെടുക്കുന്നത്, അന്ന് ഞാൻ ബാംഗ്ലൂരിൽ പോകുന്നത്, സെമിനാറിൽ പങ്കെടുക്കുന്നത്, അന്ന് ഞാൻ ബാംഗ്ലൂരിൽ പോകുന്നത്. What is this? This is a famous song, sir. Lots of people searching in YouTube. സാറിന് അറിയില്ല അല്ലേ? Shut up ഐസേ. Okay, sir. Stop that. ഇറങ്ങി പോണ ഇവിടുന്ന്. ഇറങ്ങി പോയല്ലേ പറഞ്ഞ എല്ലാത്തിനും. കൗസല്യ, നിങ്ങളെന്താ എന്നെ കളിയാക്കുക? നിങ്ങളുടെ പൊട്ടങ്ങളി കാണാനാണ് ഞാൻ ഈ വന്നിരിക്കുന്നത്. സർ, ഞാൻ റെക്കോർഡ് ചെയ്തതാ സർ. ഇതെങ്ങനെയാ സംഭവിച്ചെന്ന്. എന്താണ് ഇത്? സ്പൈ വീഡിയോ ജാമ എന്ത് പറഞ്ഞ? ഇത് വെച്ചാണ് മാജിക് ചെയ്തത്. ഓ, ഈ ടെക്നോളജി ആർക്കൊക്കെ യൂസ് ആയിട്ടില്ലെന്നൊന്നും അറിയില്ല. പക്ഷെ അകത്തിരിക്കുന്ന പോലീസുകാരുടെ തലയ്ക്ക് ഭ്രാന്തി കയറ്റാൻ ഉറപ്പായിട്ട് യൂസ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചേക്ക്. ഇനിയും നിനക്ക് എന്തായാലും ഉപയോഗപ്പെടും.